സദാ ദേഷ്യമുള്ള ഒരാൾക്ക് എന്താ അതിനെ വർദ്ധിപ്പിക്കുന്ന ജോലിക്കാരായിരിക്കും, അയൽക്കാരായിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, ഇതെല്ലാം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഉള്ളിലെ കോപം എന്ന വിത്തിനെ നമ്മൾ ഇല്ലാതാക്കും. ഈശ്വരന് നമ്മള് ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഈ പ്രപഞ്ചം മൊത്തം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ആ നമ്മളെ ഇംപ്രൂവ് ചെയ്യിക്കാൻ, നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകാനാണ് ഈ പ്രപഞ്ചം നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് വേണം, ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ, ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വന്നില്ലെങ്കിൽ, ആ കർമ്മഫലം ഇതെല്ലാം തന്നെ നമുക്ക് ജന്മത്തിലൂടെ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ കർമ്മഫലം, ജന്മം, ഇവയിലൂടെയാണ് ഒരു ജീവൻ ശുദ്ധമാകുന്നത് ഇല്ലേ. കാരണം വീണ്ടും 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 നമ്മൾ താഴ്ന്ന ജന്മം, ഉയർന്ന ജന്മം, മൃഗങ്ങളുടെ ജന്മം ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. കാരണം അതിലൂടെ മാത്രമേ ശുദ്ധമാക്കാൻ പറ്റൂ. അകത്ത് നമുക്ക് വേറെ ഡിറ്റർജന്റോ സോപ്പോ ഇല്ല കഴുകാൻ. കാരണം ഈശ്വര വിചാരം മാത്രമേ നമ്മുടെ ഉള്ളു ശുദ്ധമാക്കുള്ളൂ. അപ്പൊ നമ്മള് ഈ വീണ്ടും ശരീരത്തിൽ വരുന്ന എന്തിനാ? ഈ മനസ്സ് ശുദ്ധമാക്കി ഈശ്വരനെ അറിയുക. കാരണം ഇത് ശുദ്ധമാകുന്നിടം വരെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം ശരീരങ്ങളില്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് എന്താ? ഇമോഷൻസ് ആണ് അല്ലേ. ചിലപ്പോ പറയും ഒന്നിലും ഭക്തിയില്ല, ചിലപ്പം പറയും ഒന്നിലും വിശ്വാസം തോന്നണില്ല, കുറച്ച് കഴിഞ്ഞ് പറയും എനിക്കിപ്പോ നല്ല വിശ്വാസം ഉണ്ട് അല്ലേ. ഇതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് എന്താ, മൂഡ് സ്വിങ്സ് എന്ന് നമുക്ക് പറയാം. നമുക്ക് മാറി മാറിക്കൊണ്ടിരിക്കുക. അത് എന്താ പറയാ, ആത്മകല്യാണം എന്ന് പറഞ്ഞാൽ, ആത്മാവിന് കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, മംഗളം. നമ്മളെ കല്യാണം എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളത്. ആത്മകല്യാണം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഐശ്വര്യം വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വികാരങ്ങൾക്ക് മേല് നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലേ. ജനറേറ്റ് ഗുഡ് തിങ്സ് ഇൻ ഭക്തി, അല്ലാതെ അതിനു വേണ്ടി കാത്തിരിക്കലല്ല. കാരണം കാത്തിരുന്ന സമയം എത്ര കാലം നമ്മൾ കാത്തിരിക്കും? നമുക്ക് എത്ര സമയമുണ്ട് നമുക്കറിയില്ല. ഈ മനസ്സാണ് ഈ ദേഹിയെ ഇത്രയും ജന്മങ്ങളിലൂടെ സഞ്ചരിപ്പിച്ചത്. ഇനിയെങ്കിലും എന്താ എനിക്ക് മാസ്റ്റർ ആകണം അല്ലെ, മനസ്സിന്റെ മാസ്റ്റർ ആകണം. നമ്മൾ അത് അടിമയല്ല, സ്ലേവ് അല്ല, കൺട്രോൾഡ് മൈൻഡ്. അപ്പൊ അത് പോസിറ്റീവ് ആകും, ഉറപ്പാണ്. അപ്പൊ സന്തോഷം തരും, ജീവിത വിജയവും നമുക്ക് തരും. അപ്പൊ ഇവരാണ് നമ്മൾ സക്സസ്ഫുൾ പേഴ്സൺ, അല്ലെങ്കിൽ സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അവര് ജീവിത വിജയം നേടിയവരാണ്. അവരുടെ മനസ്സിന് മേല് അവർക്ക് എന്താ പറയാ, കൺട്രോൾ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പരാജിതരായി പോവും. ശരിക്കും പറഞ്ഞ മൈൻഡ് ഈസ് ദ ഫാക്ടറി ഓഫ് തോട്ട്സ് എന്ന് പറയാറുണ്ട്. അപ്പൊ അമ്മ ഇരിക്കുന്ന മനസ്സ്, അവിടെ എന്താ സുഗന്ധം വരും, ഐശ്വര്യം ഉണ്ടായിരിക്കും അല്ലെ. ആ വളരെ സുന്ദര സുഗന്ധ ഉദ്യാനം, അതാണ് മണിദ്വീപം എന്ന് പറയുന്നത് അല്ലെ. അവിടെ എന്താ സൗന്ദര്യവും സന്തോഷവും സുഖം സമാധാനം ഇത് മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ മനസ്സ് എന്തായിട്ട് തീരും? അമ്മ ഇരിക്കുന്നത് നല്ല ഒരു പൂന്തോട്ടം, സുഗന്ധമുള്ള ഒരു പൂന്തോട്ടമായിട്ട് തീരും അല്ലെ. കളകളൊക്കെ പറിച്ച് കളഞ്ഞ് ഭക്തിയാകുന്ന ജലം ഒഴിച്ച് വിശ്വാസ ശ്രദ്ധയാകുന്ന വളമിട്ട് നമ്മൾ എന്ത് വേണം? കൽപ്പവൃക്ഷമാക്കി തീർക്കണം. കൽപ്പവൃക്ഷം എന്താ? കാമ്യ കർമ്മങ്ങൾ എന്ത് ചോദിച്ചാലും തരുന്ന വൃക്ഷം. അത് നമ്മുടെ ഭൂമിയിലില്ല, ദേവലോകത്തുള്ള ഒരു വൃക്ഷമാണതല്ലേ. അപ്പൊ നമ്മൾ ആരാണ്? വി ആർ ദ ഗാർഡിനേഴ്സ് ഓഫ് അവർ ഓൺ മൈൻഡ് അല്ലെ. മൈൻഡ് ആൻഡ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തന്നെയാണ് ഈ ഉദ്യാന പാലകരെല്ലാം തന്നെ. ശരിക്കും പറഞ്ഞാല് ഒരു മെന്റൽ കണ്ടീഷൻ, മെമ്മറി എന്ന് പറയുന്നൊക്കെ ഒരു മെന്റൽ കണ്ടീഷനാണ്. ഞാൻ പണ്ടത്തത് ഓർത്തു വെച്ചു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതിലൊന്ന് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയില്ലേ, അത് നമ്മൾ കളയേണ്ടത് കളയുക. കാരണം ശരീരത്തിന് ട്രെയിനിങ് കൊടുക്കണ പോലെ മനസ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ മെന്റൽ എക്സസൈസ് എന്ന് പറയുന്നത്. അതില്ലാത്തവരുടെ ബ്രെയിൻ എന്താ പതുക്കെ 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 എന്താ ഡിറ്റീരിയറേറ്റ് ചെയ്യും. അവിടുത്തെ ന്യൂറോൺസ് ആക്ടിവേഷൻ കുറയും. മന്ത്രജപവും ചിന്തകളും, ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകൾ പോസിറ്റീവാണ്. നമ്മുടെ ബ്രെയിനിനെ അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വരുന്ന ഈ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാതെ എപ്പോഴും ബാക്കിയുള്ളവരുടെ ജഡപദാർത്ഥങ്ങളെ കുറിച്ച് കേട്ട് മറ്റുള്ളവരുടെ കാമക്രോധങ്ങളിൽ വീണ് എപ്പോഴും മെറ്റീരിയലിൽ ഇരിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു രോഗം ഇന്ന് വളരെ വളരെ ഫേമസ് ആണ് കേരളത്തില്. പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ കേട്ട ആ രോഗം ഇന്ന് എല്ലാവർക്കും ഏകദേശം 50% 60% രോഗികളാണ്. എന്താ രോഗത്തിന്റെ പേര്? ഡെമൻഷ്യ, അല്ലെങ്കിൽ മറവി അല്ലെ. മറവി രോഗം ബാധിച്ചവരാണ് ഇന്ന് ഇവിടെ ഉള്ളവരെല്ലാം. ഒരുപാട് പേര്, വളരെ പ്രായമുള്ളവര്, പ്രായമില്ലാത്തവരിന്ന എന്താ പ്രായഭേദമന്യേ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് വരണം. അവർക്ക് എവിടെ വച്ചു എന്ന് ഓർമ്മയില്ല, ആളുകളുടെ പേര് ഓർമ്മയില്ല, അവർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊന്നും ഓർമ്മയില്ല. എന്താ കാര്യം? നമ്മൾ ജീർണമായിട്ടുള്ള വസ്തുക്കളെ, നശിച്ചു പോകുന്ന വസ്തുക്കളിലാണ് മനസ്സ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല, മന്ത്ര തരംഗങ്ങളില്ല, പോസിറ്റിവിറ്റി ഇല്ല.
അങ്ങനെ എന്താ ബ്രെയിൻ സെൽസ്, ബ്രെയിനിലെ ന്യൂറോൺസ് എല്ലാം ഡെഡ് പോയി. അപ്പൊ അവിടെ ആ ആക്റ്റീവ് ആവാത്ത സ്ഥലങ്ങള്, നമ്മുടെ ബ്രെയിനിൽ ആക്റ്റീവ് ആവാത്ത സ്ഥലങ്ങള് എല്ലാം എന്താവും? നമ്മൾ സഹസ്രാര പത്മം എന്ന് പറയുന്ന ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം അല്ലേ? അപ്പൊ നമ്മളെ ഒരിടത്ത് തൂത്ത് തുടച്ചില്ല, ഒരു മുറി സ്ഥിരം അടച്ചിട്ടില്ല, എന്താവും? അവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ് ഒക്കെ ആദ്യം പൊട്ടിപ്പൊളിയും ഇല്ലേ? പിന്നെ നമുക്ക് തുറന്ന് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ മുറിക്ക് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യുക? അവിടത്തെ സെൽസ് ഒക്കെ ജീർണിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ ഈ പ്രൊഫസേഴ്സ്, മന്ത്ര ഉപാസകരെല്ലാം തന്നെ ബ്രെയിൻ എക്സസൈസ് ചെയ്യുന്നവരാണ്. അത് മെമ്മറിയെ വർദ്ധിപ്പിക്കും. കാരണം ആ ഒരു റെപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ് എന്ന് പറയാറുണ്ട്. നമ്മൾ വീണ്ടും 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 പറയുക, ഈശ്വരനെ കുറിച്ച് പറയുക, കേൾക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ മെമ്മറിയെ ഒരുപാട് വർദ്ധിക്കും. മന്ത്രം എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് ആ ഒരു മെന്റൽ ആൻഡ് ബ്രെയിൻ പവറാ കൂട്ടുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ ചെയ്യണം, ഇതെല്ലാം അറിഞ്ഞാൽ പോരാ, ഈ ബ്രെയിൻ പവർ നമ്മൾ കൂട്ടണം. സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും ആ ഒരു വേൾഡ് ചെസ് ചാമ്പ്യനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഇത് വിശ്വനാഥൻ ആനന്ദിന്റെ ഒരു ബുക്ക് വായിച്ചാൽ നമുക്ക് ആ ഒരു ഡെയിലി ശരീരത്തിനും മനസ്സിനും വേണ്ട എക്സസൈസ് കൊടുക്കായിരുന്നു അദ്ദേഹം പറയുന്നത്. കാരണം ബുദ്ധി ഷാർപ്പനാവും. ഇപ്പൊ പ്രായമായാലും അവസാനം വരെ ബോധത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ ശരീരത്തിൽ നിന്ന് നമുക്ക് യാത്ര തുടങ്ങുമ്പോൾ ആ ഒരു ഭഗവത് സ്മരണയോടുകൂടി നമുക്ക് യാത്രയാവാൻ പറ്റൂ. ഇപ്പൊ ജോൺ മിൽട്ടൺ എന്താ പറയുന്നത്? മനസ്സാണ് സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് അല്ലെ? മൈൻഡ് ക്രിയേറ്റ്സ് ഹെവൻ ആൻഡ് ഹെൽ. ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മുടെ എന്താ ഫെയിം, മണി, പവർ ഒന്നും നമുക്ക് ഹാപ്പിനെസ് തരില്ല, ഫുൾഫിൽമെന്റ് തരാൻ പറ്റില്ല. ഉദാഹരണം എന്താ? മായ തന്നെയാണ്. ഇപ്പൊ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താ? ശരിക്കും പറഞ്ഞാല് ആ ഹാർവേർഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്ന ആളാണ്. വളരെ നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തെ ലോകം കണ്ടിരിക്കുന്നത് ഏറ്റവും പണക്കാരനായിട്ടുള്ള മനുഷ്യനായിട്ടാണ്. അദ്ദേഹത്തിന്റെ അനേക ബിസിനസ്സുകളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു ഫിലിം പ്രൊഡ്യൂസിങ്. ഹോളിവുഡില് ധാരാളം സിനിമകൾ നിർമ്മിച്ച് എല്ലാ ഹീറോയിൻസിന്റെയും കൂടെ ജീവിച്ച് ഒരു പ്ലേ ബോയ് ഇമേജ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ 45 വയസ്സ് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് എന്താണ്? ഒരു വൈറസ്, അതായത് എന്താ പറയുക, ഒരു വൈറസ് അദ്ദേഹത്തിന്, ഒരു പ്രത്യേക നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു വൈറസ് എന്താ പറയാ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറി. അദ്ദേഹത്തിന് വളരെയധികം ഭയം ഉണ്ടായി. ഇപ്പൊ ഫോബിയ ഫോർ ജേംസ് എന്ന് പറയുന്നത് ഒരു ഒബ്സഷൻ ആയിട്ട് മാറി. അദ്ദേഹം വിചാരിച്ചു, അതായത് നമ്മളിപ്പോ ഒരു വൃത്തി, നമ്മൾ വെളിയിൽ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉടനെ കൈ കഴുകുക, 10 പ്രാവശ്യം സോപ്പിട്ട് കഴുകുക, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കയറുമോ അല്ലെ? ചിലർക്കുണ്ട് ആ ഫോബിയ. നമുക്ക് ഭയമാണ്, നമ്മൾ ആഹാരം കഴിച്ചാൽ 10 പ്രാവശ്യം കൈ കഴുകുക. അങ്ങനെ ഒരു കൂടുതലായിട്ടൊരു നമ്മളെ അത് പിടികൂടും. സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം അവരത് ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന് ഉണ്ടായത് എന്താ? ആ ഒരു ജേംസ് എന്റെ ഉള്ളിൽ കയറും. അങ്ങനെ അതൊരു ഒബ്സഷൻ ആയിട്ട് മാറി. ശരീരം ശുദ്ധിയാക്കി വെച്ചാലും വെളിയിൽ നിന്നും ജേംസ് ആക്രമിക്കുമോ എന്നുള്ള ഭയം. അപ്പൊ ഇതെല്ലാം തന്നെ എന്താ? അവിടെ അനേകം ജോലിക്കാരുണ്ട് അദ്ദേഹത്തിന്. ആ സർവൻസിനെല്ലാം ഇലാബറേറ്റ് ആയിട്ട് എന്താ പറയാ, ഒരു ഇന്ന ജോലികൾ ചെയ്യണം, അതായത് ഇന്ന റിച്വൽസ് ചെയ്യണം. പലതവണ കൈ കഴുകി ടവൽ കൊണ്ട് കവർ ചെയ്താണ് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വരാവൂ. കാരണം അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്റെ പുറത്ത് ജേംസ് വരും. ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് വല്ലാതെ ഭയമായി. പിന്നെ കൈ എന്താ പറയാ, മുറിയുന്നിടം വരെ ഇദ്ദേഹം സോപ്പിട്ട് കൈ കഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ സർവൻസിന് ആർക്കെങ്കിലും ഒരു ഫ്ലൂവോ പനിയോ വന്നാൽ പിന്നെ അവര് തൊട്ടതെല്ലാം കത്തിച്ചു കളയും. അപ്പൊ കൈയും കാലും മുഖവും എല്ലാം കവർ ചെയ്ത് ആരെയും കാണാതെ അവസാന കാലം ഹോട്ടൽ മുറികളിൽ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ 70-ാമത്തെ വയസ്സിൽ മരണത്തെ വരിച്ചു. അവസാനത്തെ വർഷങ്ങളിൽ ശരിക്കും സഫറിങ് ആയിരുന്നു ജീവിതം. കാരണം ഫിസിക്കലി മെന്റലി ഒരു ഇംപ്രിസൺമെന്റ് ആയിരുന്നു അദ്ദേഹം അനുഭവിച്ചിരുന്നത്. അത് അയാൾ തന്നെ അയാളുടെ ശവക്കുഴിയിൽ മരിച്ചു വീണു. അദ്ദേഹത്തിന്റെ പണം, പ്രശസ്തി, പവർ ഒന്നും അദ്ദേഹത്തെ രക്ഷിച്ചില്ല. കാരണം എന്താ? ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടല്ല, സ്വന്തം മനസ്സ് തന്നെയാണ് കാരണമായിട്ട് തീർന്നത്. അപ്പൊ മനസ്സിനെയും ചിന്തകളെയും പഠിക്കാനും കൺട്രോൾ ചെയ്യാനും സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ദുര്യോഗം വന്നത്. ഇനി വേറൊരാളെ നോക്കാം. ഒന്നുമില്ല, പക്ഷെ ധന്യമായ ഒരു ജീവിതം നയിച്ച വനിത. ആരാണ് അദ്ദേഹം? ആരാണ് ആ സ്ത്രീ? നമ്മള് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സിന്ധു തായ് സപ്തൽ. മഹാരാഷ്ട്രയിലെ വർദ്ധ ഗ്രാമത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. ആരാണ് അവര്? തന്റെ കുടുംബത്തിലെ ആ ഒരു കാളകളെ മേയ്ക്കാൻ കൊണ്ടുപോകും. ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ താമസിച്ച് ചെല്ലാൻ പറ്റുള്ളൂ. ടീച്ചറിന്റെ തല്ലുകൊള്ളും. തിരിച്ചു വരുമ്പോൾ കാളകൾ മറ്റുള്ളവരുടെ സ്ഥലത്തേക്ക് കയറിയതിന് അവരിൽ നിന്ന് അടി കിട്ടും.
അങ്ങനെ വെറും 10 വയസ്സുള്ള സിന്ധുവിനെ 21 വയസ്സുള്ള ഒരാൾക്ക് അച്ഛനമ്മമാര് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഇനി 3 കുട്ടികളെ പ്രസവിച്ചു ഈ അമ്മ. ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 4ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോ ഒരു പ്രശ്നത്തിന്, അതായത് ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു പേരും കിട്ടി. അപ്പൊ അവിടെ ഒരു മാഫിയ സംഘം സ്ത്രീകളെ കൊണ്ട് ചാണകം എടുത്ത് കൂട്ടി അത് ശേഖരിക്കുന്ന സംഘം ഉണ്ടായിരുന്നു. അപ്പൊ സിന്ധു അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഈ മാഫിയ സംഘത്തിലെ ഒരാള് സിന്ധുവിന്റെ ഭർത്താവിനോട് തനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് കള്ളം പറഞ്ഞു. ക്രൂദ്ധനായ ഭർത്താവ് അവരെ അടിച്ച് അവശയാക്കി പശുത്തൊഴുത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ താൻ പോറ്റിയ ഒരു പശു ഇവരെ ഒടുവിൽ രക്ഷിച്ചു എന്ന് തന്നെ അവര് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ പുസ്തകം വളരെ ഫേമസ് ആണ്. അവിടെ കിടന്ന് സിന്ധു തായ് എന്ന് പറയുന്ന സ്ത്രീ തന്റെ 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. സ്വയം അംബിലിക്കൽ കോഡ് ഒരു കല്ലുകൊണ്ട് ഇടിച്ചു മുറിച്ചു. തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവര് വീട്ടിലേക്ക് വന്നു. അത് എന്താ പറയാ, ആത്മഹത്യ ചെയ്യാനായിട്ട് റെയിൽവേ ട്രാക്കിലെത്തി. അവിടെ ഒരു വൃദ്ധനും രോഗിയുമായിട്ടുള്ള ആളുടെ ദയനീയമായിട്ടുള്ള കരച്ചിൽ കേട്ടു. അയാൾക്ക് ആശ്വാസവും ആഹാരവും ഇവർ ചെയ്തു. അതിലൊരു സംതൃപ്തി തോന്നി. തനിക്ക് വേറൊരാളിന് സമാധാനം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് ആ സമാധാനം ആയിക്കൂടാ? അവര് ചിന്തിച്ചു. മരണത്തിൽ നിന്ന് പിൻവലിഞ്ഞു. യുവതിയായിട്ടുള്ള അവര് തന്റെ ചാരിത്രത്തെ സംരക്ഷിക്കാനായിട്ട് ആരും വരാതെ ശ്മശാനങ്ങളിലാണ് കഴിഞ്ഞുകൂടിയത്. റോഡിലും നിലത്തും കിടന്നു. അവിടെ കിടന്നിരുന്ന ധാന്യം അടികളൊക്കെ പറക്കി ശ്മശാനത്തിലെത്തി അവിടത്തെ തീയിൽ വേവിച്ച് അവർ ഭക്ഷിച്ചു. വീണ്ടും ആത്മഹത്യയുടെ വക്കീലെത്തിയപ്പോൾ അനാഥരായിട്ട് വീടില്ലാത്ത തന്നെയും തെരുവിലെ കുഞ്ഞുങ്ങളും കരയുന്ന ആ മുഖം മുന്നിൽ വന്നു. അവരെ സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. പതുക്കെ പതുക്കെ പലരിൽ നിന്നായിട്ട് ധർമ്മം സ്വീകരിച്ച് ഭിക്ഷ പോലെ ഒരു ഓർഫണേജ് അവരുണ്ടാക്കി. അവര് ആ ഒരു മദർ ഓഫ് ദി ഓർഫൻസ് എന്ന അറിയാൻ തുടങ്ങി. തന്റെ കുഞ്ഞുങ്ങളെ വേറൊരു ഓർഫണേജിലാക്കി ഇവിടെ ഉള്ളവരെ എല്ലാം സ്വന്തം മക്കളെ പോലെ നോക്കി. പതുക്കെ പതുക്കെ ഇത് അറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് ധാരാളം ആളുകൾ എത്തിച്ചേർന്നു. ധാരാളം കുട്ടികൾ അവിടെ ഉണ്ടായി. അവർ പലരും പഠിച്ച് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്ത് ആ PhD ഒക്കെ പഠിച്ച ആ ലെവലിൽ പോയി. സ്വന്തം മക്കളും സഹായിക്കാൻ തുടങ്ങിയവരെ. അങ്ങനെ ഒരു ധന്യ മുഹൂർത്തത്തില് തന്നെ ഉപേക്ഷിച്ച ഭർത്താവ് ദുഃഖിതനായിട്ട് ഭക്ഷണത്തിന് ആശ്രയത്തിനുമായിട്ട് അവരുടെ മുന്നിലെത്തി. ഒരമ്മയെ പോലെ അവർ അദ്ദേഹത്തെ സ്വീകരിച്ച് പരിചരിച്ചു. അവർ പറയും, ഹീസ് മൈ, എന്താ പറയാ, ശരിക്കും പറഞ്ഞ ഹീസ് മൈ ഫസ്റ്റ് ചൈൽഡ്, എന്റെ ഏറ്റവും ഫേവറേറ്റ് ചൈൽഡ് ആണെന്ന് പറയാറുണ്ട്. സിന്ധു തായ് സപ്താൻ അല്ലെ. എക്സ്റ്റേണലി ഷീ സഫേർഡ് എ ലോട്ട്, പക്ഷെ ഉള്ളിലെ ചിന്തകളെ ഉയർത്തി നല്ലൊരു ജീവിതം നയിച്ചു. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താ? ശരിക്കും പറഞ്ഞ ക്വാളിറ്റി ഓഫ് ലിവിങ് ആണ്. അത് വളരെ വ്യത്യാസമുണ്ട് നമ്മുടെ ആ 2 വാക്കുകളും തമ്മിൽ. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഡിറ്റർമിൻഡ് ബൈ യുവർ ഇന്നർ തോട്ട്സ്. അപ്പൊ വേദങ്ങള് എന്താ പറയാ, വേദങ്ങള് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ എന്താ പറയാ, നമ്മള് ഈ ഭാരതത്തിലെ വേദങ്ങളാണ് പ്രാമാണ്യമായിട്ട് എടുത്തിട്ടുള്ളത് അല്ലെ. വേദങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന മനസ്സിനാണ്. മന ഏവ മനുഷ്യാണാം ബന്ധമോക്ഷ ഹേതുഹു അല്ലെ. ഈ മനസ്സാണ് നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാക്കുന്നത്. അപ്പൊ ജഗദ്ഗുരു ശങ്കരാചാര്യര് ഒരു ചോദ്യം ചോദിച്ചു, ആരാണ് ജഗത്തിനെ ജയിക്കുന്നത്? അദ്ദേഹം തന്നെ ഉത്തരവും പറഞ്ഞു, മനോഹി ഏന അല്ലെ, ദാറ്റ് പേഴ്സൺ ഹു കോൺകേർഡ് ഹിസ് ഓൺ മൈൻഡ്. അപ്പൊ ഏത് സ്പിരിച്വൽ സാധനയാണെങ്കിലും അത് മനഃശുദ്ധിക്ക് കാരണമായിരിക്കണം. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ബോണ്ടേജ് ആൻഡ് ലിബറേഷൻ ബോത്ത് ആർ ഡിറ്റർമിൻഡ് ബൈ അവർ ഓൺ മൈൻഡ്. കാരണം ഇത് മനസ്സിന്റെ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. നമ്മൾ തന്നെയാണ് ബോണ്ടേജ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത്. പാശം കെട്ടി പശുക്കളായിട്ട് തീരുന്നത്, ആ പാശത്തെ മുറിക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മൾ പറയണു ഈശ്വരനാണെന്നല്ലേ. നമ്മൾ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. നമ്മൾ ചിന്തകൾ എപ്പോഴാണോ ഈശ്വരനിലേക്ക് തിരിക്കുന്നത്, ആ ഈശ്വരൻ തന്നെ പാശം മുക്തരാക്കും നമ്മളെ. ഏത് ചിന്തകളിലും എന്താ പറയാ, ഏറ്റവും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് അതും ഉണ്ടായിരിക്കും, ഒരു യൂസ്ലെസ് ആയിട്ടുള്ളതും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മോശമായതിനെയൊക്കെ തള്ളിക്കളയണം. നല്ല വിചാരങ്ങള്, അമ്മയുടെ സത്കഥകള്, അമ്മയുടെ രൂപം എല്ലാം മനസ്സിൽ നിറയ്ക്കണം. ഇതിനെയാണ് നമ്മൾ ഇന്നർ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ ആ ഒരു ബോണ്ടേജിൽ നിന്ന് ലിബറേഷനിലോട്ട് ഇത് കൊണ്ടുപോകും. നമ്മൾ അറിയാതെ നമ്മൾക്കെല്ലാം ഒരു നല്ല ശരീരത്തിന്, അതായത് എന്താ പറയാ, നമ്മളൊരു നല്ല ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, 630 മസിൽസ്, 205 ബോൺസ്,
ഇങ്ങനെ നിർമ്മിച്ച നല്ല ശരീരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. 2 കണ്ണുകള്, പ്രകൃതി സൗന്ദര്യം മുഴുവനും നമുക്ക് ആസ്വദിക്കാം. 2 കാതുകള്, കാറ്റിന്റെ ശബ്ദം, മഴയുടെ ശബ്ദം, കിളികളുടെ ശബ്ദം എല്ലാം കേൾക്കാം അല്ലെ. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ 100 മില്യൺ എന്താ പറയാ ന്യൂറോൺസ് അതിനകത്തുണ്ട്. ശരീരത്തിന് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഇന്നർ മെഷീനറിയെ, ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തിയെ, ഇല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അർജുനൻ പറഞ്ഞ എന്താ? ചഞ്ചലം ഹി മനകൃഷ്ണ വായോരിവ ദുഷ്കരം. അപ്പം മഹാബാഹുവിനായിരിക്കുന്ന അർജുനന് പോലും പറയണു, കൃഷ്ണ എനിക്ക് എൻ്റെ മനസ്സ് ചഞ്ചലമാണ്, അത് വായുവിനെ നിയന്ത്രിക്കുന്ന പോലെ ദുഷ്കരമാണ്. അപ്പൊ മനസ്സിനെ നമ്മുടെ ഫ്രണ്ട് ആക്കണം, ബന്ധുവാക്കണം, എന്നാലും നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു ഉറപ്പാണ് അല്ലെ. മനസ്സ് എത്തേണ്ടടുത്ത് എത്തിയാൽ എന്താ? അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് നേടണം. ആ മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംജയം. വിവേക ചൂടാമണി 3 കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. മനുഷ്യത്വം ഉണ്ടാവുക, മുമുക്ഷത്വം എന്ന് പറയുന്നത് വളരെ റയറായിരിക്കുന്ന മോക്ഷത്തിന്റെ ആഗ്രഹം, മഹാപുരുഷ സംശയം, സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. ഇതിനുള്ള ഏക മാർഗമാണ് സാധന എന്ന് പറയുന്നത്. ഇത് ഉപാസനയാണ്. ചെറുതായിട്ട് തുടങ്ങുന്ന സാധന മാർഗങ്ങൾ നമ്മൾ എവിടെയാ? ശരിയായിട്ടുള്ള വഴികളിലൂടെ അമ്മയുടെ പാദപത്മങ്ങളിൽ എത്തിക്കും അല്ലെ. 1 സ്റ്റെപ്പ് ടുവേർഡ്സ് ശക്തി വിൽ ടേക്ക് യു ടു യുവർ അൾട്ടിമേറ്റ് ഗോൾ എന്നാണ് എന്താ പറയാ രാമകൃഷ്ണ പരമഹംസർ പറയാറുള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ എനർജിയാണ്. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്നത് നമ്മളാണ്. മൃഗങ്ങളില്, സസ്യങ്ങള്, മറ്റ് ഗ്രഹങ്ങൾ, ഇവർക്കൊന്നും നല്ലതും ചീത്തയും ഇല്ല. ഈ ഡിവിഷൻ മനുഷ്യന് മാത്രമാണുള്ളത് അല്ലെ. ഒരു കത്തി ഡോക്ടറുടെ കയ്യിൽ ജീവനെ രക്ഷിക്കണു, കള്ളന്റെ കയ്യിലോ ജീവനെ അപഹരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആകാം അല്ലെ. നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ പ്രവൃത്തി മാത്രമല്ല, വാക്കിലും ചിന്തയിലും. നമ്മൾ വടി കൊണ്ട് അടിക്കണേനേക്കാളും ദുഃഖമാണ് വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നത്. ഏറ്റവും വലിയ ഹിംസ അതാണ്. പണ്ട് ശരിക്കും പറഞ്ഞ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തിരിക്കുന്നത് എന്താ? വാൾ ഓഫ് ബെർലിൻ ആണ് അല്ലെ. വാൾ ഓഫ് ബെർലിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് ജർമ്മനി കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് ആയിരുന്നു. ഒരിക്കൽ കുറച്ച് ടെററിസ്റ്റുകള്, എന്താ പറയാ, ഈസ്റ്റ് ജർമ്മനിയിലുള്ളവര്, കുറച്ച് ആക്ടിവിസ്റ്റുകള്, അതായത് എന്താ പറയാ കുറെ ആസിഡ് ബൾബുകള്, ഈ കുറെ അഴുക്കുകള് ഒക്കെ തന്നെ എന്താ ചെയ്തത്? വേസ്റ്റ് ബോട്ടിൽസ് എല്ലാം കൂടെ വെസ്റ്റ് ജർമ്മന്റെ സ്ഥലത്തേക്ക് എറിഞ്ഞു. അവർ അവരുടെ ഗിഫ്റ്റ് സ്വീകരിച്ചു. പകരമായിട്ട് അവർ തിരിച്ച് എന്താ പറയാ സമ്മാനങ്ങൾ അയച്ചു. അവരയച്ചത് എന്തൊക്കെയാ? ഫ്രൂട്ട്സ്, ടിൻ ഫുഡ്സ്, നല്ല തുണിത്തരങ്ങള് എല്ലാം തിരിച്ച് എന്താ പറയാ ബാഗിലാക്കി അവിടെ ഇട്ടു, നിക്ഷേപിച്ചു. അവരതിൽ എഴുതി ഒട്ടിച്ചു, വി ആർ ഗിവിംഗ് വാട്ട് വി ഹാവ് വിത്ത് അസ് അല്ലെ. വാട്ട് യു ഗിവ് നെവർ മൈൻഡ്. നമ്മൾ എന്താണ് പറയുന്നത്? കാരണം ഇവരുടെ ആ ഒരു നോൺ വയലന്റ് ആറ്റിറ്റ്യൂഡ് മറ്റവരെ നിശബ്ദരാക്കി. കാരണം നമുക്കുള്ളതാ നമ്മൾ കൊടുക്കുന്നത്, ബാക്കിയുള്ളവർ എന്തോ നമുക്കെതിരെ തരട്ടെ അല്ലെ. അവര് നമുക്ക് അഴുക്കോ വൃത്തികെട്ട സാധനങ്ങളോ ആസിഡ് ബൾബോ നമുക്കെതിരെ എറിയട്ടെ. നമുക്കുള്ളത് എന്താ? നല്ല മൂല്യങ്ങളാണ് ഇല്ലേ, നല്ല ചിന്തകള്, നല്ല എന്താ പറയാ അവരെ സഹായിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കണം. നമ്മൾ വേറൊരാളുടെ ഒരിക്കലും കടം എടുക്കരുത് അല്ലേ. ഈ നോൺ വയലന്റ് ആറ്റിറ്റ്യൂഡ് ആണ് മറ്റുള്ളവരെ നിശബ്ദരാക്കുന്നത്. നമ്മൾ ചോദിക്കും പ്രതികരിക്കണ്ടേ എന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യണമില്ലേ. ഇവരോടൊക്കെ പ്രതികരിച്ച് നടന്നിട്ട് എന്താ നമുക്ക് നേടാൻ പറ്റുന്നത്? ഹേറ്റ്രഡ്, ജലസി അല്ലെ. എല്ലാരോടും ദേഷ്യം, പക, വിദ്വേഷം. നമ്മളെ നശിപ്പിക്കുന്ന വികാരങ്ങളാണ് അതെല്ലാം. ഇത് നശിപ്പിക്കുന്നത് അവരെയല്ല, നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. പിന്നെ മാത്രമേ അവരെ നശിപ്പിക്കുകയുള്ളൂ. അപ്പൊ മറ്റുള്ളവരെ നമ്മൾ ഹേർട്ട് ചെയ്യുമ്പോൾ, അവരെ വിഷമിപ്പിക്കുമ്പോൾ അവിടെ നമ്മളാണ് ആദ്യം അത് അനുഭവിക്കണമെന്ന് മറന്നു പോകരുത്. പതഞ്ജലി പറയുന്നു ഇല്ലേ, ത്രോ എവേ വയലൻസ്. ഇനി സത്യം, അതായത് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് തീരണം. ഒരു ധനികൻ, അദ്ദേഹത്തിന്റെ പട്ടി ചത്തുപോയി. അയാള് പള്ളിയിലെത്തി പുരോഹിതനോട് അതിന്റെ അവസാന കർമ്മങ്ങള് പള്ളിയിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പുരോഹിതൻ പറഞ്ഞു, ഇവിടെ പട്ടികൾക്ക് യാതൊരു കർമ്മവും ചെയ്യാറില്ല. പെട്ടെന്ന് ധനികൻ പറഞ്ഞു, ഞാനൊരു എന്താ പറയാ 100,000 തരാം. പട്ടിക്ക് ആ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പട്ടിയുടെ ഫ്യൂണറൽ എന്നുള്ള ചടങ്ങില് എന്താ പറയാ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുരോഹിതൻ എന്താ മൗനിയായിട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ പട്ടി ക്രിസ്ത്യൻ ആണെന്ന്. അപ്പൊ ഇവിടെ എവിടെയാണ് സത്യം എന്ന് പറയുന്നത്? അപ്പൊ ഈ പണം എന്ന് കേട്ടപ്പോ എന്താ ബാക്കിയെല്ലാം മാറിപ്പോയി. അപ്പൊ നമ്മൾ എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കുക. സത്യം നമ്മളെ എപ്പോഴും രക്ഷിക്കും. ട്രൂത്ത്ഫുൾനെസ്
സത്യം എന്ന് പറഞ്ഞത് സത്ത് തന്നെയാണ്, നമ്മുടെ എക്സിസ്റ്റൻസ് ആണ്, മാറാത്തതാണ്. ഇനി എന്താണ് ബ്രഹ്മചര്യം, സെലിബസി എന്ന് പറയുന്നത്? ബ്രഹ്മത്തിലേക്കുള്ള ചര്യ. ഇനി അപരിഗ്രഹം, നോൺ ഓണിങ്. ഈ പ്രപഞ്ചത്തിലെ ആഹാരം, വസ്ത്രം, പാർപ്പിടം എല്ലാം നമുക്ക് വേണം അല്ലെ, പക്ഷെ ഇത് നമ്മളെ ബന്ധിക്കരുത്. ഒരു കർഷകൻ തന്റെ പശുവുമായിട്ട് ഒരു സാധുവിന്റെ അടുത്തെത്തി. സാധു ചോദിച്ചു, ആരുടെയാണ് ഈ പശു? കർഷകൻ പറഞ്ഞു, എന്താ സംശയം, എന്റേത് തന്നെയാണ്. സാധു പറഞ്ഞു, അല്ല, നിങ്ങൾ പശുവിൻ്റെതാണ്. അതെങ്ങനെയാണെന്ന ചോദ്യത്തിന് സാധു കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങി പശുവിനെ ഓടിച്ചു. പശു ഓടിപ്പോയി, കർഷകൻ പുറകെ ഓടി. അപ്പൊ എന്താ, ആരുടെയാണ്? തന്റെ മനസ്സാണ് പശുവിൽ ബന്ധിച്ചിരുന്നത് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ എന്റെ എന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ പുറകെ ഓടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സാണത് അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയാ, പശു ഓടിയപ്പോൾ നമ്മളും അതിന്റെ പുറകെ ഓടണം. അപ്പൊ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ആളുകൾ ഓടുമ്പോൾ അതിന്റെ എല്ലാം പുറകെ നമ്മളും ഓടുകയാണ്. പ്രപഞ്ചത്തിലെ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ശരിക്കും നമ്മൾ ഓബ്ജക്ട്സിന്, വെൻ വി ബിലോങ് ടു ദ ഓബ്ജക്ട്സ്, ഹോൾഡിങ്, ശരിക്കും പറഞ്ഞാൽ ഹോൾഡിങ് ടേക്സ് പ്ലേസ്. അത് നമ്മുടെ ഉള്ളിലെടുക്കുക. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ സാധനത്തെ നമ്മൾ ഉള്ളിലെടുത്ത് വെക്കുക എന്നാണ്. ഒരിക്കലും ഒരു സാധു വനത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവ് അവിടെ ചെന്ന് അദ്ദേഹത്തിന് പലതും കാഴ്ചവെച്ചു. അദ്ദേഹം ഒന്നും പറയാതെ സ്വീകരിക്കും. അങ്ങനെ ഒരു ദിവസം രാജാവ് വിചാരിച്ചു, ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ ഗുരുവായിട്ട് കാണുന്നു, എന്താ പറയാ, എന്റെ പോലെ ഒരു കൊട്ടാരത്തില് ഇദ്ദേഹത്തിന് സമർപ്പിക്കണം. അദ്ദേഹം കാട്ടിൽ കഴിയാൻ പാടില്ല അല്ലെ, നമ്മൾ ഉള്ളവരെപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഗുരുവിനെല്ലാം കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു വലിയ കൊട്ടാരം രാജാവ് സന്യാസിക്ക് കൊടുത്തു. അദ്ദേഹം കാട്ടിൽ നിന്ന് വന്ന് അവിടെ താമസിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞു. രാജാവ് വിചാരിച്ചു, ഇദ്ദേഹം ഞാനും തമ്മിൽ എന്താ വ്യത്യാസം, ഇദ്ദേഹം എന്താ സുഖമായിട്ട് കൊട്ടാരത്തിൽ കഴിയുന്നു. രാജാവിന്റെ ഈ ചിന്ത ഈ സാധു സന്യാസിക്ക് മനസ്സിലായി. അദ്ദേഹം രാജാവുമായിട്ട് ഒരു സഞ്ചാരത്തിനിറങ്ങി. 3-4 മണിക്കൂർ സഞ്ചരിച്ചു. സന്ധ്യയായി. സന്യാസി രാജാവിനോട് പറഞ്ഞു, ഇരുട്ട് വീണു തുടങ്ങി, ഇന്ന് തിരിച്ചു പോകേണ്ട, കാട്ടിൽ കഴിയാം. ഇത് കേട്ട് രാജാവ്, അയ്യോ പറ്റില്ല, കാട്ടിൽ എങ്ങനെ കിടക്കും, ഇപ്പൊ രാജ്ഞി, കുട്ടികള്, മറ്റു സുഖങ്ങളെല്ലാം, അത് ഞാൻ കട്ടിലിലേ കിടന്നിട്ടുള്ളൂ, എനിക്കിങ്ങനെ തറയിൽ കിടക്കാൻ പറ്റില്ല, അപ്പൊ എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് എനിക്ക് ഒരിക്കലും പറ്റില്ല. അപ്പൊ സന്യാസി പറഞ്ഞു, ഇതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എനിക്ക് കൊട്ടാരം തന്നു, നിങ്ങളുടെ സന്തോഷത്തിന് ഞാനത് സ്വീകരിച്ചു, അവിടെ താമസിച്ചു, ശരി. അന്നും ഇന്നും എന്റെ സ്വന്തമായിട്ട് ഞാനത് കരുതിയിട്ടില്ല. എപ്പോ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ മടിയുമില്ല. രാജ്യത്തെയും രാജ്യത്തെ കൊട്ടാരവും കാടും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഞാൻ ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ല. അപ്പൊ നാളെ എനിക്ക് എന്ത് കിട്ടും, നാളെ എനിക്ക് എന്ത് കിട്ടില്ല, ഞാൻ സന്തോഷമായിട്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാല് വി ഹാവ് ടു ലീവ് ഇൻ ദിസ് വേൾഡ്, ബട്ട് ദ വേൾഡ് ഷുഡ് നോട്ട് ലീവ് ഇൻ അസ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കാം, പക്ഷെ ലോകം നമ്മുടെ ഉള്ളിൽ ജീവിക്കരുത്. ശരിക്കും പറഞ്ഞ ഹോർഡിങ്, അതായത് എല്ലാം വാങ്ങി സൂക്ഷിക്കും നമ്മളല്ലേ. അടുത്ത നിമിഷം ഉറപ്പില്ലാത്ത ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. എന്നാൽ ഈ ശരീരം വിട്ടുപോയാൽ നമ്മൾ ആരുടെ കൂടെയാണ് പോവേണ്ടത്, എന്തിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്? ഈ വസ്തുക്കളും പണവും അനേക ജന്മങ്ങളില് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അല്ലേ, കർമ്മങ്ങളാക്കി മാറ്റുന്നതാണ്. പതഞ്ജലി പറയണു, ഈ ശേഖരിക്കൽ നമ്മുടെ മനസ്സിനെ, ഈ ശേഖരിക്കലെല്ലാം നമ്മുടെ മനസ്സിനെ ലിമിറ്റ് ചെയ്യും. ഒരു വ്യവസായി തന്റെ പണമൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുമായിരുന്നു, ആർക്കും ഒന്നും ഷെയർ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളായി മക്കളും മരുമക്കളും ചുറ്റും വന്നു. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ആ എന്ന് വാതുറക്കുന്നുണ്ട്. മക്കൾ വിചാരിച്ചു തങ്ങളോട് പറയാത്ത എന്തോ നിധിയോ ബാങ്ക് ഡെപ്പോസിറ്റോ എന്തോ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചോ ഇദ്ദേഹം പറയാനായിരിക്കും ശ്രമിക്കണമെന്ന്. അത് അറിയാതെ പോയാൽ നഷ്ടപ്പെട്ടു പോവില്ലേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു 50,000 രൂപ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് നമ്മൾ ത്രോട്ടിൽ കുത്തി വെച്ചിട്ട് അത് ക്ലിയർ ആക്കാം, എന്നാലേ അദ്ദേഹം പറയണ കേൾക്കാൻ പറ്റൂ. ഈ ജീവന് ഗ്യാരണ്ടി ഒന്നും ഇല്ല. മക്കൾ ഒട്ടും ചിന്തിച്ചില്ല, ഇഞ്ചക്ഷൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഏതായാലും മരിക്കും, പിന്നെ തങ്ങൾക്ക് നഷ്ടം വരുത്തിയിട്ട് പോയ കഷ്ടമല്ലേ. അപ്പൊ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു, തൊണ്ട തുറന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ പറയാ, ആ എന്താ പറയാ, അടുത്ത മുറിയില് തന്റെ ചൂല് തിന്നുന്നു. കാരണം ആട് അടുത്ത മുറിയില് തന്റെ ചൂല് തിന്നുന്നു, അതിനെ മാറ്റാനാണ് പറഞ്ഞത്. അപ്പൊ ജീവന് എന്താ, ആ പറഞ്ഞതും ജീവൻ പോവുകയും ചെയ്തു. അപ്പൊ ആവശ്യമുള്ളത് വെക്കുക, ബാക്കി എന്താ പറയാ, ബാക്കി ബാക്കി ഭാരം നമ്മൾ കുറയ്ക്കുക. ഈ പ്രപഞ്ചം എല്ലാം ദേവിയാണ് അല്ലേ. അത് നല്ലതും ചീത്തയുമാക്കുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് ആണ്. ന വാഞ്ചതി ന ശോചതി. മൈൻഡ് ഇൻ ദ പാസ്റ്റ് ഓൾവേസ് ബ്രിങ് മെമ്മറീസ്.
നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാല് പുറകോട്ട് പോയാൽ എന്താ ദുഃഖം, അല്ലെ? ദുഃഖം പറയുക, പരാതി പറയുക, അത് നിർത്തുക. അത് നമ്മുടെ ഡിസിഷനാണ്, ഈശ്വരന്റെ നിശ്ചയമാണ് നമ്മൾ അനുഭവിച്ചതെല്ലാം തന്നെ, അനുഭവിച്ചതെല്ലാം തന്നെ. അപ്പോ എന്താണ് ശരിക്കും പറഞ്ഞാല്, എവറിത്തിങ് ഹീ പ്ലാൻസ് ഫോർ ദ ഗുഡ് ഫോർ അവർ സെൽസ്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ദൈവം തരുന്നത്. പലതും പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് തിരിക്കാനായിരിക്കും ഈ ദുഃഖങ്ങളൊക്കെ തരുന്നത്, അല്ലേ? അപ്പൊ സ്പിരിച്വൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിച്വൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കുക. ഇപ്പൊ തുക്കാറാം സദാ രുക്മിണി, അല്ലെ? തുക്കാറാമിനെ നമുക്കറിയാം. കാരണം ആ ഒരു വളരെ വിഠൽ 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 ഭഗവാൻ കൃഷ്ണനിൽ തന്നെ മനസ്സ് എപ്പോഴും വെച്ചിരുന്ന ആളാണ്. അപ്പൊ തുക്കാറാം എപ്പോഴും ജപിക്കുന്ന എന്താ? രുക്മിണി വിഠൽ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ സദാ ശകാരിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണത്തിനുള്ളത് പോലും കൊണ്ടുവരുന്നില്ല, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു ദിവസം അദ്ദേഹത്തെ വളരെയധികം വഴക്ക് പറഞ്ഞ് ഭക്ഷണത്തിനുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹം കടയിൽ ചെന്ന് കുറച്ച് സാധനങ്ങളുമായിട്ട് വരുമ്പോൾ വഴിയിൽ കണ്ട പാവങ്ങൾക്കെല്ലാം അത് ദാനം ചെയ്തു. കാരണം ഒരു കരിമ്പ് മാത്രം കൊണ്ട് വീട്ടിൽ വന്നു. ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ആ കരിമ്പ് അദ്ദേഹത്തിന്റെ തലയിൽ അടിച്ചു. അത് രണ്ടായിട്ട് പൊട്ടി. ഒരു കഷ്ണം അദ്ദേഹം സന്തോഷത്തോടെ എടുത്ത് പൂജാമുറിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. അല്ലെ? രുക്മിണി വിഠൽ, രുക്മിണിയുടെ ഭർത്താവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ കൃഷ്ണ, ഞാൻ എല്ലാം അങ്ങയുടെ ആഗ്രഹമാണ്. ആ അങ്ങയുടെ ആഗ്രഹം എന്താണ്? അതാണ് ഞാൻ ഈ എന്താ പറയാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ലോകവുമായിട്ട് അറ്റാച്ച്ഡ് ആകാതിരിക്കാനാണ് ഈ ഇങ്ങനെ എനിക്കൊരു ഭാര്യയെ തന്നത്. അതും അങ്ങയുടെ അനുഗ്രഹം തന്നെയല്ലേ? അപ്പൊ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. നാരദൻ പറയണു നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ഉയർത്താനാണ്. അതുകൊണ്ട് കുന്തിദേവി മഹാഭാരതം യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജാവായപ്പോ കൃഷ്ണൻ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോ എന്താ പറഞ്ഞത്? കുന്തി പറഞ്ഞു, അല്ലയോ അഖില ഗുരു, അങ്ങ് പോയാല് ഞങ്ങൾക്ക് ആരാണ് ആശ്രയം? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അല്ലയോ ദേവി, എന്താ പറയാ, ആ ഏറ്റവും എന്താ പറയാ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഭക്തിയിൽ ഉയർന്നത്. അപ്പൊ ഞാൻ എന്ത് വരമാണ് തരേണ്ടത് ചോദിക്കുമെന്ന് കുന്തിയോട് പറഞ്ഞു. അപ്പൊ കുന്തി പറഞ്ഞ എന്താ? അല്ലയോ ഭഗവാനെ, എനിക്ക് വിപത്തുക്കള് ദുഃഖങ്ങൾ മാത്രം തരൂ. സദാ എനിക്ക് അങ്ങയെ ഓർക്കണം, വിളിക്കണം, അതുകൊണ്ട് അങ്ങ് വരണം. എനിക്ക് ഭൗതിക സുഖങ്ങൾ വേണ്ട. ഈ ഭൗതിക സുഖങ്ങളാണ് എൻ്റെ മനസ്സിനെ അങ്ങയിൽ നിന്ന് മാറ്റുന്നത്. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കാൻ കാരണം എന്താ? നമ്മുടെ ഈ ഭൗതിക സുഖങ്ങളുടെ പിറകെ ഓടുന്നതുകൊണ്ടാണ്. കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന കുട്ടി അമ്മയെ വിളിച്ചാല് ആഹാരം കഴിക്കാൻ വരില്ല, അല്ലേ? ആ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അമ്മ വരും, മോളെ വരൂ എന്ന് പറഞ്ഞാൽ അത് വരില്ല, കളിപ്പാട്ടത്തിൽ ശ്രദ്ധിച്ചിരിക്കും. അതിന്റെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം മാറ്റിയാലോ അമ്മയ്ക്ക് അറിയാം ആ കുട്ടിക്ക് വിശക്കണമെന്ന്. അമ്മ വന്നിട്ട് എന്താ? ആ കളിപ്പാട്ടം എടുത്ത് മാറ്റും. അപ്പൊ ഉടനെ കുട്ടി എന്താ? അമ്മ വിശക്കണമെന്ന് പറഞ്ഞ് ഓടി വരും, അല്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ നമുക്ക് ദുഃഖങ്ങൾ തരുന്നത് അതുകൊണ്ടാ. ഈ ശരീരവും ബാഹ്യവുമാണ് സത്യമെന്ന് വിചാരിച്ച് അവിദ്യയിലും അജ്ഞാനത്തിലും കഴിയുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ ഓർക്കണമെങ്കിൽ ചെറിയ ഉണർത്തലുകൾ വേണം, അല്ലേ? അത് അനുഗ്രഹമാണ്. നമ്മുടെ കളിപ്പാട്ടങ്ങൾ ഭഗവാൻ തട്ടിത്തെറിപ്പിച്ച് കളയും. ചിലപ്പോ ഇതുകൊണ്ട് നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഈശ്വരനിലേക്ക് തിരിയാൻ സാധിക്കും. ശാശ്വത സുഖത്തെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ കളിപ്പാട്ടങ്ങളെ വെച്ച് കളിക്കാതെ ആ കളിപ്പാട്ടം തന്ന വ്യക്തിയെ നമ്മൾ അറിയണം. ഇത് പലർക്കും മനസ്സിലാവില്ല. കാരണം ദുഃഖങ്ങൾ വരാതിരിക്കാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? അത് ദുഃഖങ്ങൾ വരാതിരിക്കുന്നതാണ് ഈശ്വരന്റെ അനുഗ്രഹം എന്ന് നമ്മൾ കരുതും. അങ്ങനെയല്ല. ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എന്താ? മൈൻഡ് പ്യൂരിഫിക്കേഷൻ ആണ്. ശരിക്കും അത് ഒരു എന്താ പറയാ സോളിനെ അറിയാൻ ഈ മൈൻഡ് പ്യൂരിഫൈ ചെയ്താലേ നമുക്ക് സോളിനെ അറിയാൻ പറ്റൂ, അല്ലേ? ഡിവോഷൻ ടു ദ സോൾ എന്നാ പറയുന്നത്. ധനം കൂടുന്തോറും ഈശ്വരനെ ഓർക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. കാരണം ഇത് അനുഗ്രഹമാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനെ എന്താ പറയാ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കാൻ, അതിന്റെ കണക്ക് നോക്കാൻ എത്ര സമയം നമ്മൾ കളയുന്നത്? അപ്പൊ നമുക്ക് ധനം കൂടുന്നത് നമുക്ക് അനുഗ്രഹമാണോ? അല്ലെ? മെറ്റീരിയൽ ലക്ഷറി അല്ല ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ആ നാരദ പഞ്ചസൂക്തം പറയണു, എനിക്ക് മഹാവ്യാധി വരുന്നത്, എന്റെ ധനം നഷ്ടപ്പെടുന്നത്, എന്റെ ബന്ധുക്കൾ നഷ്ടപ്പെടുന്നത്, ലോകം എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്, അപമാനം വരുത്തുന്നത് എല്ലാം മത് അനുഗ്രഹ ലക്ഷണം. ഈശ്വരൻ എന്റെ ശത്രുവല്ല, ഈശ്വരനാണ് എന്റെ ഏക മിത്രം, അല്ലേ? അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് തരുന്നത് എനിക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നാ പറയുന്നത്. ഇത് നമ്മുടെ വേദങ്ങൾ പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഡിസ്ട്രസ് വരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവാതെ ഈശ്വര ഭക്തിയിൽ മുഴുകുക. ശരിക്കും പറയാ, വി ആർ തിങ്കിങ് ഓഫ് ദാറ്റ് ദ കീ ഓഫ് ഹാപ്പിനെസ്.
ഇറ്റ് ഈസ് നോട്ട് ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് ഇൻസൈഡ്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്? മറ്റുള്ളവർക്ക് നമ്മളെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കില്ല. നമ്മൾ നമ്മുടെ റിമോട്ട് അന്യരുടെ കയ്യിൽ കൊടുത്താൽ അവര് നമുക്ക് സുഖം തരുമ്പോൾ നമ്മൾ ചിരിക്കും, അവര് നമുക്ക് ദുഃഖം തരുമ്പോൾ കരയും, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുന്നത്? വി ആർ അവർ ഓൺ മാസ്റ്റർ എന്ന്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ മാസ്റ്റർ അല്ലേ? അപ്പൊ നമ്മുടെ സുഖ ദുഃഖങ്ങൾ നമ്മുടേതായിട്ട് തന്നെ ഇരിക്കട്ടെ. ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം ഈശ്വരനാണ്, ഈശാവാസ്യം ഇതം സർവം. നമ്മളെ മനസ്സിലാക്കി കാമക്രോധ വൈരാഗ്യങ്ങൾ എടുത്ത് മാറ്റിയാൽ, പ്രപഞ്ചത്തെ നോക്കിയാൽ എല്ലാത്തിലും എന്താണ്? ഭഗവതിയെ കാണാം, അമ്മയെ കാണാം, അല്ലേ? ഭൂമി ജല അഗ്നിയായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഒബ്ജക്റ്റീവാണ്. ഇതിനെ നമ്മൾ എങ്ങനെ കാണണോ അത് എന്നത് നമ്മുടെ സബ്ജക്റ്റീവാണ്. അപ്പൊ ഇത് ഓരോരുത്തരുടെയും മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ വിൽ പവർ എന്ന് പറയുന്നത് എന്താ? മസിൽ പോലെയാണ്, അല്ലേ? മസിൽ ഉണ്ടാക്കാൻ നമ്മൾ എന്താ, കുറെ വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കും, മുട്ടയുടെ വെള്ള കഴിക്കും, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കും. അതുപോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്. വേണ്ട എന്ന് തോന്നിയാലും നമ്മൾ കുറച്ച് സമയം ഇരിക്കണം, ഭഗവാന്റെ കൂടെ മെഡിറ്റേറ്റ് ചെയ്യണം. അത് പതുക്കെ പതുക്കെ അത് സെൽഫ് കൺട്രോൾ നമുക്ക് നമ്മളിൽ ഉണ്ടാക്കും. ചെറിയ ചെറിയ ഡിസിഷൻസ് ഭാവിയിൽ വലിയ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന കാണാം, അല്ലെ? നമ്മുടെ ശരീരത്തിൽ വരുത്തുന്നതിന് മുമ്പ് തന്നെ പല ശരീരങ്ങളിലും ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഇന്ന് ഈ ശരീരത്തിൽ ഇരിക്കുന്നതിന് മുമ്പേ അനേക മില്യൺസ് ഓഫ് ഡെത്ത് ആൻഡ് ബേർത്ത് അതിലൂടെ കടന്നു വന്നാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു പവർ ഓഫ് ട്രാൻസ്മൈഗ്രേഷൻ, അല്ലെങ്കിൽ അഥവാ ആ ഒരു എന്താ പറയാ ഇൻകാർണേഷൻ, അത് ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. എന്താണ് റീഇൻകാർണേഷൻ? ഒരു ശരീരം ത്യജിക്കാനും വേറൊരു ശരീരം സ്വീകരിക്കാനുള്ള കഴിവ്. അപ്പൊ ഭഗവാൻ ഗീതയിൽ മാത്രമല്ല, വേദങ്ങളിൽ ഇത് തന്നെയാണ് ഊന്നി ഊന്നി പറയുന്നത്. ആ ഒരു എന്താ പറയാ, ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ എന്ന് പറയുന്നത് എന്താ? തസ്മാത് അപരിഹാര്യാർത്ഥേ കസ്തും ശോചിതം അർഹസി. ഭഗവാൻ 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? വാസാംസി ജീർണാനി യഥാവിഹായ ഗൃണാനി നവാനി ദേഹി, അല്ലേ? ഒരു ജനിച്ച കുഞ്ഞ് എന്തുകൊണ്ട് അന്ധനാകണു, ബധിരനാകണു, അംഗവൈകല്യങ്ങള്, മനോവൈകല്യങ്ങൾ ഇവയെല്ലാം ഉണ്ടാകണു? ഈ ചോദ്യങ്ങൾക്ക് മറുപടിയാണ്, അല്ലെ? ദ ലോ ഓഫ് കർമ്മ, കർമ്മ സിദ്ധാന്തം, അല്ലെ? ദ സോൾ ഇൻ ദി റീഇൻകാർണേറ്റിംഗ് ബോഡി ആഫ്റ്റർ ബോഡി. ശരിക്കും ഒരു ശരീരം കഴിഞ്ഞ് അടുത്ത ശരീരത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കണു, ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് പോകുന്ന പോലെ. ഇതാ എന്ത് ലോജിക്കാണ് ഇതിന്റെ പിന്നില്? നമ്മൾ പഴയ വസ്ത്രങ്ങൾ മാറണു, പുതിയ വസ്ത്രം ധരിക്കണു, അല്ലേ? നമ്മൾ മാറുന്നില്ല. നമ്മൾ മാറുന്നുണ്ടോ? വസ്ത്രങ്ങളല്ലേ മാറുന്നത്. അതുപോലെ ഈ സോൾ എന്ന് പറയുന്ന ജീവാത്മാവ്, ശരീരം എന്ന് പറയുന്നത് എന്താ പറയാ, ഡിസ്ഫങ്ഷണൽ ആയിട്ട്, അതായത് അതിന് ഈ ശരീരം നല്ല ഒരു ശരീരം, അതായത് ഡിസ്ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവർത്തിക്കാതാകുമ്പോൾ, അല്ലെ? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പ്രവർത്തന ക്ഷമത കുറയുമ്പോൾ, താമസിക്കാൻ ആത്മാവിന് ഇത് ഈ യോഗ്യമല്ലാതാകുമ്പോൾ, ആ നമ്മൾ കീറിയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന പോലെ ആത്മാവ് എന്ത് ചെയ്യും? ഇതിന് ഈ ശരീരത്തെ ഉപേക്ഷിക്കണു. പുതിയതെന്ന് പറയുന്നത് ഈശ്വരേച്ഛയ്ക്ക് അനുസരിച്ച് സ്വീകരിക്കണു. എന്താണ് ഇതിന് തെളിവെന്ന് ചോദിച്ചാല്, വേദവ്യാസൻ പറയണു, ജനിച്ച കുഞ്ഞ് പാല് കുടിക്കണു. ആരാണ് പഠിപ്പിച്ചത്? വിശക്കുമ്പോ കരയണു. ഇതിനകത്തുള്ള ആത്മാവ് അനേക ജന്മങ്ങളിലെ അറിവുകൾ ശേഖരിച്ച് വച്ചിരിക്കുന്നതാണ്. ചെറിയ കുഞ്ഞ് ചിരിക്കണു, കരയണു, ഭയക്കണു. എന്തുകൊണ്ടാ? ഈ ജന്മത്തിലേക്ക് മനസ്സ് ഉറയ്ക്കുന്നത് വരെ പഴയ കാര്യങ്ങൾ അത് ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പൊ റെസിഡ്യുവൽ മെമ്മറീസ് ആണ് ഈ മാറുന്ന മൂഡിന് കാരണം. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ കാണാം ഇത്. പതുക്കെ പതുക്കെ കുഞ്ഞ് എല്ലാം മറക്കണു, അല്ലെ? അപ്പൊ ദയാനന്ദ സരസ്വതി ഈ പറയണു, ഈ ജന്മം മാത്രമാണെങ്കിൽ ഒരു കുഞ്ഞിന് അന്ധത എങ്ങനെ വരണു? ദൈവം ആരോടും പക്ഷപാതം കാണിക്കണില്ല, സ്നേഹം മാത്രം. സ്നേഹമാണ് ഈശ്വരൻ. അപ്പൊ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? അത് വാസനകളാണ്. ജന്മത്തിനും കർമ്മത്തിനും കഴിവുകൾക്കും എല്ലാം ആധാരം കർമ്മങ്ങൾ തന്നെയാണ്. നമ്മൾ ഏത് എന്താ പറയാ, ഏത് ഉപാസനയിലാണെങ്കിലും എന്താ പറയാ, നമുക്ക് കോംപ്രമൈസ്, എക്സ്ക്യൂസ് ഒന്നുമല്ല. ഏതെങ്കിലും ഒരു ഉപാസനാ മാർഗത്തില് മനസ്സിനെ ഉറപ്പിക്കണം. അത് കമ്മിറ്റ്മെന്റ് ആണ്. അതിനുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം, അല്ലെ? ശരിക്കും പറഞ്ഞാല് ആ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താ? ഈശ്വരനും ഗുരുവും, ഈശ്വരൻ തന്നെയാണ് ഗുരു. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ. ഈശ്വരൻ ഗുരുവായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നല്ല എന്താ പറയാ, മോട്ടിവേഷൻ നമുക്കുണ്ടായിരിക്കണം. ശരിക്കും ഹ്യൂമൻ ബോഡി ഈസ് എ ഗോൾഡൻ ചാൻസ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ സോൾ. നമുക്ക് ഏറ്റവും അനുഗ്രഹം എന്താ?
ഈ മനുഷ്യ ശരീരം തന്നെയാണ്. ഈശ്വരൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതിനെന്നും നമ്മൾ നന്ദി പറയണം. രാത്രി കിടക്കുമ്പോൾ നന്ദി പറയണം. രാവിലെ എണീക്കുമ്പോൾ ഭഗവാനെ അങ്ങ് തന്ന ഈ ശരീരം നന്നായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് പറ്റണേ, അങ്ങ് നിയന്ത്രിക്കണേ എന്റെ മനസ്സിനെ, അല്ലെ? അടുത്ത വരുന്ന ജന്മം എന്താവണം എന്ന് ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ്. കാലം ഒന്നിനും കാത്തു നിൽക്കാറില്ല. ടൈം വെയിറ്റ്സ് ഫോർ നത്തിങ്. അപ്പൊ കിട്ടിയ സമയം എന്താണ്? നമ്മുടെ ഈ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അത് വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ എന്താ, അത് പെട്ടെന്ന് കടന്നു പോകും. എന്ത് വേഗം നമ്മൾ ആ ഒരു എന്താ പറയാ കാലം ഒഴുകിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇന്ന് കാരണം ഇന്ന് വന്ന ഈ ദിവസങ്ങള് നമുക്ക് ഇന്നെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചോ? ചാണക്യം പറയണു, ഈശ്വര ഭജനം ഇല്ലാതെ വേസ്റ്റ് ചെയ്ത ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ്, തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങള്. ഇത് മനസ്സിലാക്കി ഈ ജീവിതത്തിൽ നമുക്ക് തരുന്ന മൂല്യങ്ങളെ അറിഞ്ഞ് നമ്മുടെ ജീവിത വിജയത്തിൽ എത്തിച്ചേരുക, ഇത് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.